അങ്ങനെ ആദർശ് അനിയത്തിക്കുട്ടിക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റുമായി അവരുടെ വീട്ടിലേക്ക് പോകുകയാണ്. നന്ദുവിനെ ഒരു സ്വന്തം അനിയത്തിക്കുട്ടിയായിട്ടാണ് ആദർശ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് SI സെലക്ഷൻ കിട്ടിയതറിഞ്ഞ് നല്ല സന്തോഷത്തിലാണ് ആദർശ് നന്ദുവിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ എല്ലാവരും കേക്ക് മുറിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ആദർശ് വരുന്നത്. ആദർശിനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. ആദർശ് പറയുകയാണ്, ഞാനില്ലാതെ കേക്ക് മുറിക്കാൻ പോവുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് ആദർശേട്ടൻ വരുമോ എന്ന് സംശയമായിരുന്നു. അതെന്താ, ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഞാൻ വരുമെന്ന്. ആദർശിൻ്റെ കയ്യിലെ കവറ് കണ്ടിട്ട് നവ്യ ചോദിക്കുകയാണ്, ഇതെന്താ ആദർശേട്ടാ? അപ്പോൾ ആദർശ് പറയുകയാണ്, ഇത് ഒരു ചെറിയ ഗിഫ്റ്റാണ്, നമ്മുടെ നന്ദൂട്ടന് വേണ്ടി വാങ്ങിച്ചതാണ്. അത് പറഞ്ഞ് ആ ഗിഫ്റ്റ് ബോക്സ് തുറക്കുകയാണ് ആദർശ്. നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്വർണ്ണ നെക്ലേസാണ്. ഇതാണോ ചെറിയ ഗിഫ്റ്റ്? ഇത് വലിയ ഗിഫ്റ്റാണല്ലോ, മോളെ നന്ദു കോൾ അടിച്ചല്ലോ എന്ന് പറയുകയാണ് നവ്യ. ആദർശ് നയനയോട് പറയുകയാണ്, ഇത് നീ അവളുടെ കഴുത്തിൽ ഇട്ടുകൊടുക്കൂ എന്ന്. അങ്ങനെ നയന അത് നന്ദുവിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. നന്ദുവിന് ആ മാല നന്നായി ചേരുന്നുണ്ട് കേട്ടോ, അവൾക്കത് നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ ആദർശ് പറയുകയാണ്, എന്നാൽ ഇനി വൈകിക്കേണ്ട, നമുക്ക് കേക്ക് മുറിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ നന്ദു കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് കനകം പറയുന്നുണ്ട്, അഭിയും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. പിന്നീട് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സെൽഫി എടുക്കുകയാണ്. അങ്ങനെ SI സെലക്ഷൻ കിട്ടിയതിൻ്റെ ആഘോഷമൊക്കെ അവർ ഗംഭീരമാക്കി. താങ്ക്സ് ഫോർ